ഹായ് ഫ്രണ്ട്സ്, അഖിലിക്ക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഇത് തന്നെയാണ് എല്ലാ വീഡിയോസിലും പറയാറ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറേ കുറേ കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വീഡിയോസൊന്നും പെട്ടെന്ന് ഇടാൻ പറ്റാതിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് ഞാൻ എന്താ പറയുക, ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് കപ്പ കണ്ടു. അപ്പോൾ കപ്പ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും മുട്ടയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ തട്ടുകടയിൽ പോയി കഴിക്കാനുള്ളതൊരു സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി ചെറുതായതുകൊണ്ട് നമുക്ക് ആ സമയത്ത് തട്ടുകട വെച്ചാൽ മാക്സിമം ഒരു 6 മണി 7 മണിക്ക് ശേഷമല്ലേ തട്ടുകടയൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, അപ്പോൾ അവിടെ പോയി കഴിക്കാനായിട്ട് ഭേദം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതാണ് ഇന്ന് കപ്പയും കൊള്ളിയും കപ്പയും മുട്ടയും വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ നേരെ നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ വെക്കാൻ അധികം കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടാ. നമ്മുടെ വീട്ടിൽ വെക്കുന്ന രീതിയിലുള്ള ആണ്. അപ്പം നമുക്ക് ചെറിയൊരു തട്ടിക്കൂട്ട് ഇത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എന്താ പറയുക, കുറേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ആ ഒരു എന്താ പറയുക, ആ ഒരു പൂതി തീർക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടാ. അപ്പം നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. അപ്പം ഞാൻ കപ്പ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലേക്ക് ഇടാം കേട്ടോ. കപ്പ നമുക്ക് കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഇതാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ ഒരു രസം, നമ്മുടെ ഒരു പൂതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം അതിലേക്ക് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ കപ്പയ്ക്ക് എത്രത്തോളം വേവുണ്ടെന്നൊന്നും കറക്റ്റ് അറിയില്ല. ആദ്യം 2 വിസിൽ അടിച്ച് നോക്കാം. പിന്നെ എനിക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. മഞ്ഞൾപ്പൊടി, ഇനി നേരെ അടച്ച് പുള്ളി അവിടെ നിന്നിട്ട് വേവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ച് വെക്കണം. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. ഇപ്പം എന്താ വെച്ചാൽ കപ്പയും മുട്ടയൊന്നും വെക്കാൻ അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് ഒരു പ്രത്യേകത തന്നെയല്ല. അപ്പോൾ അതൊന്ന് വെറുതെ നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പൊ ഇതാ നമ്മുടെ കപ്പയും മുട്ടയും അത് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനത് വേപ്പില ചെറുതായി ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ. ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ വെച്ചതാണ്. അങ്ങനെ കാണുന്നുണ്ടോ എനിക്കറിയില്ല, വെച്ചതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അധികം എന്താ പറയാ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നില്ലേ. അപ്പോൾ ചെറിയ ചെറിയ പൊടിക്കൈ എന്ന് പറയില്ല നമ്മള്, അതേ രീതിയിൽ വെറുതെ ഉണ്ടാക്കിയതാണ്. നമുക്ക് പുറത്ത് പോയിട്ട് തട്ടടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറ കാര്യമില്ല. ഞങ്ങൾ തട്ടടിക്കാൻ പോകാറൊന്നുമില്ല യഥാർത്ഥ. ഇപ്പൊ എന്താ പറയാ, പറയുന്നതൊക്കെ പറയാലോ, തട്ടടിക്കാനൊന്നും പോകാറൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ആ തട്ടുകടയിൽ കയറി നമ്മളൊരു എന്താ പറയാ മുട്ട കുത്തി പിടിച്ചതായി നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ നോർമലി ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഒരു നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ ഒരു നേരം പോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് തട്ടുകടയിൽ പോയി തട്ടടിക്കുക അങ്ങനെയുള്ള ഒരു ആണല്ലോ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ എന്ത് തന്നെ ആയാലും ഇത് എന്താ പറയാ കപ്പയും മുട്ടയും അടിപൊളിയായിട്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അച്ചുവിനാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അച്ചു ഉച്ചയ്ക്ക് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് നമുക്ക് എന്താ പറയാ, എനിക്ക് പറയാൻ പേടി മൂപ്പർക്ക്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് കപ്പയും മുട്ടയും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് മേടിച്ചു കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോഴേ, അപ്പൊ ഞാൻ വെച്ചു അപ്പൊ എനിക്ക് 5 മണി 5:30 സമയത്ത് എന്റെ വർക്ക് കഴിഞ്ഞു. അപ്പൊ ഇതിപ്പോ തട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മാക്സിമം 6 മണി 7 മണി ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് കണ്ടപ്പോ ഞാൻ പുള്ളി മുട്ടയും മേടിച്ച് എന്റെ രീതിയിൽ ഞാൻ എന്തുണ്ടാക്കിയാലും മൂപ്പര് കഴിച്ചോളും. അത് എന്താ പറയാ, ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൂപ്പര് കഴിച്ചോളും. അപ്പൊ പിന്നെ എന്തെങ്കിലും നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാണല്ലോ എന്തായാലും. അപ്പൊ കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കണം. നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം കേട്ടോ. ഉണ്ണിക്ക് അവിടെ പാല് കൊടുത്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അച്ഛനോട് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. കാണുമ്പോൾ നല്ല കളർഫുള്ളാണ്, കുഴപ്പമില്ല, ഭംഗിയുണ്ട് കണ്ടോ, കുഴപ്പമില്ല, നല്ല നല്ല മണമൊക്കെയാണ്. നല്ല രസം തോന്നുന്നു. എന്തായാലും പോവാ. അപ്പൊ എന്തായാലും അതാ അപ്പൊ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുന്നേക്കണം കേട്ടാ. കപ്പയും മുട്ടയും എന്തായാലും അച്ഛനോട് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറയാട്ടാ. ഉണ്ണി ഭയങ്കര വാശിയിലാണ്, ഞാൻ തന്നെ കൊടുക്കാം. അപ്പൊ ഉണ്ണി കയ്യിലുള്ള കാരണം എത്രത്തോളം ബന്ധു എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഉപ്പുണ്ടാവും. ഉപ്പ് ഇച്ചിരി കുറവുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് എങ്ങനെയുണ്ട് വെച്ചാ പറയ്. ഇത് നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങളെ ചെറിയ വീഡിയോ കേട്ടോ. എല്ലാവരും പറയും ലോങ് വീഡിയോസ് ഒക്കെ ഇടാൻ പറയും, പക്ഷെ ഇടാൻ പറ്റാറില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ വീഡിയോസ് ഒന്നും പെട്ടെന്നൊന്നും എന്താ പറയാ വരാത്തതും ഇടാത്തതും അതാണ് മെയിൻ. പിന്നെന്ന് വെച്ചാൽ ഈ കുഞ്ഞുമണി ഇതേപോലെ നിൽക്കും ഇങ്ങനെ കണ്ട വായ തുറന്ന് നിൽക്കണം, പാവം, അതിന് കൊടുക്കുന്ന വിചാരിച്ചിട്ടാ. അപ്പൊ വെള്ളമൊക്കെ നോക്കിയ അച്ഛനും മോൾ കഴിക്കാറായിട്ടില്ല, കുഞ്ഞിന് കഴിക്കാറായിട്ടില്ല, പോയി കുഞ്ഞിന് കഴിക്കാറായിട്ടില്ല കേട്ടാ. അപ്പം ഞങ്ങളെ വീഡിയോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞങ്ങള് ഇടയ്ക്ക് നിലയ്ക്കൊക്കെ വരണുള്ളൂ എന്ന് മാത്രം. അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയാ അങ്ങനെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ. ടാറ്റ കൊടുത്ത് കുഞ്ഞ് ടാറ്റ കൊടുക്ക്. ബൈ ഷിയോ, ബൈ അവിടെ ബൈ ഷിയോ. കുഞ്ഞുമണി ദേഷ്യം വന്ന് നിൽക്കാം.